നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് ഞാൻ ഈ എപ്പിസോഡിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എൻക്വയറി അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നിരുന്നത്, എനിക്ക് എൻഡോസ്കോപ്പിക് സർജറി, സൈനസ് സർജറി കഴിഞ്ഞ് അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മൂക്കിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് വന്നു തുടങ്ങി. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കുനിയുമ്പോഴോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഒക്കെ. പക്ഷേ എപ്പോഴും ഇല്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എപ്പോഴെങ്കിലും ഒരു സൈഡിൽ നിന്ന്, അതായത് ഒരു മൂക്കിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇറ്റി വീഴുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒലിച്ചു വരികയോ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ENT ഡോക്ടറിനെ കാണേണ്ടതാണ്. അതൊന്നുകിൽ സർജറി ചെയ്ത ഡോക്ടറിനെ കണ്ട് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് CSF റൈനോറിയ അല്ലെങ്കിൽ CSF ലീക്ക്, ഒരുപക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അത് CSF ലീക്ക് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കൺഫേം ചെയ്യണം. CSF ലീക്ക് ഈ പറഞ്ഞ പോലെ ഒരു എൻഡോസ്കോപ്പിക് സർജറിയുടെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരാം, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് അതായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാതെ കൂടെ വരാവുന്നൊരു കാര്യമാണ്. അത് ഡെഫിനറ്റ്ലി ഒരു ട്രീറ്റബിൾ കോസാണ്. പക്ഷേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അത് കൺഫേം ചെയ്യുക, അതൊരു CSF ലീക്ക് ആണോ എന്നുള്ളതാണ്. CSF ലീക്ക് ആണെന്ന് വെച്ചാൽ അതിന് ബാക്കി എങ്ങനെ അത് പ്രൊസീഡ് ചെയ്യണം, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഇതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ എടുക്കേണ്ടതാണ്. താങ്ക് യു സോ മച്ച്.